റെന്റിങ്ങിന്റെ കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. എന്റെ വീടിനടുത്തുള്ള ആൾക്ക് ഒരു റെന്റിംഗ് ആണ് ബിസിനസ്. ആൾക്ക് 2-3 വീടുണ്ട്, ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ആ കമേഴ്ഷ്യൽ ബിൽഡിംഗ് പല ഷോപ്സിലേക്കാണ് റെന്റിന്. അപ്പൊ ആൾക്ക് GST രജിസ്ട്രേഷൻ വേണോ, RCM വഴിയാണോ FCM വഴിയാണോ ആളുടെ GST പേയ്മെന്റ്? ഇതൊന്നും എനിക്ക് ആൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെറാറ്റി യുവർ ബിസിനസ് അഡ്വൈസസ് ഇതിലൊക്കെ എക്സ്പെർട്ട് ആയതുകൊണ്ട് പ്ലീസ് സജസ്റ്റ് മീ. ഈ റെന്റിങ്ങിന്റെ കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയം ഉണ്ടാവുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ RCMന്റെ അപ്ലിക്കബിലിറ്റിയും FCMന്റെ അപ്ലിക്കബിലിറ്റിയും ഒരേ സമയം തന്നെ എക്സംഷനും റെന്റിങ്ങിൽ വരുന്നുണ്ട്. നമ്മൾ റെന്റ് ആണ് ആളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ ആദ്യം ആൾക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പൊ 20 ലക്ഷം എന്നുള്ള ടേൺ ഓവറിന്റെ ലിമിറ്റ് എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകംസും നമ്മൾ ആഡ് ചെയ്യണം. അത് ആളുടെ മൊത്തം ഇൻകം എത്രയാണെന്ന് അറൈവ് ചെയ്തിട്ട് അത് 20 ലാക്സിന് മീതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ രജിസ്ട്രേഷൻ എടുക്കണം. ഇനി അദ്ദേഹം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീടുകളും ആള് ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണ് ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആള് GST രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ആൾക്ക് FCMലാണ് രജിസ്ട്രേഷൻ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതായിട്ട് വരിക. ഇനി അത് ആള് കൊമേഴ്ഷ്യൽ പർപ്പസിന് കൊടുത്തിട്ട് ആൾക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. 20 ലാക്സിന് താഴെയാണ് ആളുടെ ലിമിറ്റ് എന്നുണ്ടെങ്കിൽ ആളുടെ ആരൊക്കെയാണോ ഇവർ മേടിച്ചിട്ടുള്ളത് എന്റെ കൊടുക്കുന്ന ആൾക്കാര് RCMല് ടാക്സ് അടച്ചോളൂ. ഓക്കെ. ഇനി ഈ റെസിഡൻഷ്യൽ പർപ്പസിന് അദ്ദേഹം കൊടുക്കുന്നത് ഒരു മാസം 20,000 താഴെ വാടക വരികയും 3 മന്ത്സിന് മീതെ അവര് ഓക്യുപ്പേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ സംശയമുള്ളവർ അത് നേരിട്ട് തന്നെ വന്ന് അത് ഈ കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവരോട് തന്നെ ഇതിനെ പറ്റിയിട്ട് കുറെ സ്റ്റഡി ചെയ്തിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്യും. അത് എപ്പോഴും ചെയ്യാതിരിക്കുക. തന്നെ നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് എക്സ്പെർട്ട് ഒപ്പീനിയന്റെ അടുത്ത് നിന്ന് കിട്ടും. അപ്പൊ അദ്ദേഹത്തിനോട് പറയാ അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാതെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ തന്നെ എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യും. Thank you, Nimisha, for the valuable. ഓക്കെ.